ഓൾ റൈറ്റ്. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ നെക്സ്റ്റ് മോഡിഫൈഡ് വെർഷനാണ് ഈഫ് എൽസ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇവിടെ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക മാത്രമല്ല, ഇത് ട്രൂ ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഫെയിൽ ആകുവാണെങ്കിൽ, അത് ഇൻ കേസ് അത് ഫോൾസ് ആകുവാണെങ്കിൽ യൂഷ്വലി നമ്മുടെ പ്രോഗ്രാം ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്ത് വരികയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എൽസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. സോ ഇവിടെ ഞാനിപ്പം സിമ്പിളായിട്ടൊരു ട്രൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് റൺ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ഇൻസൈഡ് ഈഫ് ബ്ലോക്ക്. പക്ഷേ സപ്പോസ് ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ട്രൂവിന് പകരം ഇവിടെ ഫോൾസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഇവിടെ ഇൻസൈഡ് ഈഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് വരില്ല, പക്ഷേ പകരം ഇൻസൈഡ് എൽസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് വരും. സോ നമുക്ക് ഇത് ലൈക്ക് കമ്പാരിസൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ a ഈക്വൽ ടു 10 ആൻഡ് b ഈക്വൽ ടു 20 എന്നിട്ട് എൻ്റെ കണ്ടീഷൻ a ഗ്രേറ്റർ ദാൻ b ആണോ എന്ന് നോക്കുന്നതാണ് എൻ്റെ കണ്ടീഷൻ എന്ന് വിചാരിക്കുക. സോ അത് ട്രൂ ആകുമ്പം എനിക്ക് വേണ്ടത് a ഈസ് ഗ്രേറ്റർ ദാൻ b എന്ന് വരണം. ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വരേണ്ടത് a ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. വേണമെങ്കിൽ എനിക്ക് ലെസ് ദാൻ എന്ന് പറഞ്ഞ് കൊടുക്കാം, പക്ഷേ ഇത് ഫെയിൽ ആവുന്നത് a ഈക്വൽ ടു ബി ആവുമ്പോഴും ഇത് ഫെയിൽ ആവും. സോ ഇറ്റ് മേ നോട്ട് ബി ലൈക്ക് ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ അതുകൊണ്ടാണ് ഞാൻ നോട്ട് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇടുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ a ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ b എന്നാണ് എനിക്ക് വരുന്നത്. കാരണം a 10ഉം b 20ഉം ആണ്. സപ്പോസ് a 100 ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുക സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും, ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എനിക്ക് പ്രിൻ്റ് ആയിട്ട് വരിക, അതായത് a ഈസ് ഗ്രേറ്റർ ദാൻ b. സോ സപ്പോസ് ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു പ്രിൻറ്റ് ഔട്ട്സൈഡ് ഇഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എനിവേ ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. കാരണം a ഗ്രേറ്റർ ദാൻ b ആണെങ്കിലും ലെസ് ദാൻ b ആണെങ്കിലും ഈക്വൽ ടു b ആണെങ്കിലും ദിസ് വിൽ ബി എക്സിക്യൂട്ടഡ്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമേ അല്ല ഇത്. സോ ദിസ് ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് ബി ദെയർ. a ഗ്രേറ്റർ ദാൻ b ആയാലും a ലെസ് ദാൻ b ആയാലും. ബട്ട് ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും അവിടെ മാറി മാറി വരുന്നത്. a ഈക്വൽ ടു b ആണെങ്കിലും a ഈക്വൽ ടു b ആകുമ്പോൾ എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സോ എൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എടുക്കുക, അതായത് a ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ b എന്ന് പറഞ്ഞ് വരും. ദെൻ ഔട്ട്സൈഡ് ഈഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് വരും. സോ ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫെയിൽ ആകുമ്പോൾ മാത്രമാണ് ഈ എൽഫ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ ഈ ഔട്ട്സൈഡ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായാലും പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ട് വരും. ഓക്കെ, സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിങ്ങനെയാണ് കൊടുക്കുക. ഈഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, നമ്മളൊരു എക്സ്പ്രഷൻ അത് ചെക്ക് ചെയ്യുന്നു. ദെൻ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ ഒരു ഫോർ സ്പേസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻറ്റൻറ്റ് ചെയ്ത് എഴുതുന്നു. ദെൻ എൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു, കോളൻ, രണ്ടിലും കോളൻ മറക്കരുത്. എഗെയിൻ എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങൾ ഫോർ സ്പേസ് വിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു ടാബ് വിട്ടതിന് ശേഷം നമ്മൾ എഴുതുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ട്രൂ എന്ന് ഓൾറെഡി കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇത് വന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ആ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും വരിക. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ബൂളിയൻ മാത്രമല്ല മറ്റു വാല്യൂസും കൊടുക്കാൻ സാധിക്കും. സപ്പോസ് ഞാനിവിടെ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ നമുക്കിത് പഴയ രീതിയിലാക്കാം. ഇൻസൈഡ് ഈഫ് ബ്ലോക്ക്, ഇൻസൈഡ് ഈഫ് ബ്ലോക്ക്, ഇൻസൈഡ് എൽസ് ബ്ലോക്ക്. ഓക്കെ, സോ 1 എന്ന് കൊടുത്താൽ എന്തായിരിക്കും എടുക്കുക? അതായത് ട്രൂ ആയിട്ടായിരിക്കുമോ അതോ ഫോൾസ് ആയിട്ടായിരിക്കുമോ അതിന് എടുക്കുക? സോ ആ ഒരു കേസിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ട്രൂ. സോ ഇതിൽ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്ന കേസ്, ഫോൾസ് വരുന്ന കേസ്, നൺ വരുന്ന കേസ്. നൺ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചിരുന്നു. ഈ 3 കേസുകളിലൊഴികെ ബാക്കി ഏത് വന്നാലും അത് ട്രൂ ഇക്വലൻ്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുക ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ഓക്കെ, സോ ഞാനിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. നൺ കൊടുത്തു കഴിഞ്ഞാൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. ഫോൾസ്, ഓഫ് കോഴ്സ് ഫോൾസ് കൊടുത്താലും എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. പക്ഷേ ഈ 3 വാല്യൂസ് ഒഴികെ വേറെ എന്ത് വന്നാലും, അതായത് 1 നമ്മൾ ഓൾറെഡി കണ്ടു, ദെൻ -1 വന്നു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ടേക്കൺ ഈക്വലൻ്റ് ടു ദാറ്റ് ഓഫ് ട്രൂ. ആൻഡ് എന്തെങ്കിലും ഒരു സ്ട്രിങ് വാല്യൂ കൊടുത്താലും
ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ഇക്വലൻ്റ് ഓഫ് ട്രൂ. അതായത് ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, നൺ, ഫോൾസ്, സീറോ അല്ലാത്ത എന്തുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ട്രൂ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. സോ ഇവിടെ ഞാനൊരു സ്ട്രിങ് വെച്ച് അതേ കാര്യം കാണിച്ചിരിക്കുന്നതാണ്. സോ ഹെലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഒരു വേരിയബിളിൽ അസൈൻ ചെയ്തതിന് ശേഷവും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇഫ് എ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ എക്കകത്തൊരു വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, അതായത് നൺ, ഫോൾസ് ഓർ സീറോ അല്ലാത്ത എന്ത് വാല്യൂവും വരാം. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ട്രൂ. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഈഫ്. അതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്.